ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4th ചാപ്റ്ററായ ദ ടീം റെയിനിന്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. ദ ടീം റെയിൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഫുൾ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം. ഒപ്പം 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആക്ടിവിറ്റീസ് ഓരോന്നായി നോക്കാം. ആക്ടിവിറ്റി 1, ഹു ആർ ദേ? അവർ ആരെല്ലാം? ആരൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ബെയർ ഉണ്ട്, കരടിയുടെ ബേക്കിലായിട്ട് ഫോക്സ് കുറുക്കനുണ്ട്, ജിറാഫ് ഉണ്ട്, മങ്കി കുരങ്ങനുണ്ട്, പിന്നെയോ റൂസ്റ്റർ പൂവൻകോഴിയുണ്ട്, റാറ്റ് അല്ലെങ്കിൽ മൗസ് എലിയുണ്ട്. അപ്പോൾ നമ്മൾ ചിത്രത്തിലുള്ളവരെ എല്ലാം പറഞ്ഞു. നെയിം ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കാർ. കാറിലുള്ളവരുടെ പേരുകൾ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു 6 ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് കാറിലുള്ളവരുടെ പേരുകൾ അതിൽ എഴുതാം. ഫോക്സ്, ബെയർ, മൗസ്, ജിറാഫ്, റൂസ്റ്റർ, മങ്കി, ഈ 6 പേരുടെയും പേരുകൾ ബോക്സിൽ എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഡു യു സേ? എന്താണ് അവർ പറയുന്നത്? അവിടെ പാരറ്റ്സിനെ കാണാം. 2 പാരറ്റ്സ് പറന്നു വരുന്നുണ്ട്. അതോടൊപ്പം കാറിലിരിക്കുന്ന നമ്മുടെ റൈഡിനായിട്ട് പോകുന്നവരുടെ ചിത്രങ്ങളും കാണാം. അവർ പറയുന്നുണ്ട്, മങ്കിയാണ് പറയുന്നത്, വി ആർ ഗോയിങ് ഫോർ എ റൈഡ്. നമ്മളൊരു സവാരിക്ക് പോവുകയാണ്. അത് നമ്മുടെ തത്തകൾ ചോദിച്ചതിനുള്ള മറുപടിയായാണ് പറഞ്ഞത് അല്ലെ? അപ്പോ പാരറ്റ്സ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന്. അപ്പൊ അവിടെ എന്തെഴുതണം? വേർ ആർ യു ഗോയിങ് എന്ന് എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പാരറ്റ്സ് ചോദിക്കുന്നുണ്ട്, ക്യാൻ വി കം വിത്ത് യു? ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മറുപടിയായി, റിപ്ലൈ ആയി മങ്കി പറയുന്നത് എന്താ? ഓ ഷുവർ, പ്ലീസ് ഗെറ്റ് ഇൻ. വന്നോളൂ, കാറിൽ കയറിക്കോളൂ എന്ന് പറയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയൊരാളും കൂടി അവിടെ വന്നിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ക്ലിന്റ് ആണ്. മ്യൂ ചാപ്റ്റർ പഠിച്ചപ്പോൾ ക്ലിന്റിനെയും സിപ്പിയെയും നമ്മൾ പഠിച്ചു. സിപ്പി ആരാ? നമ്മുടെ ക്ലിന്റിന്റെ പപ്പി, നായ്ക്കുട്ടിയാണ് സിപ്പി. ക്ലിന്റിന്റെ കയ്യിലായിട്ട് നായ്ക്കുട്ടി സിപ്പിയും ഇരിപ്പുണ്ട്. അപ്പോ എന്തോ ചോദിക്കുന്നുണ്ട് ക്ലിന്റ്. അതിന് മറുപടിയായിട്ട് ബെയർ, നമ്മുടെ കരടി പറയുന്നുണ്ട്, യെസ് ഗെറ്റ് ഇൻ പ്ലീസ്. വന്നോളൂ, കയറിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ക്ലിന്റ് ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ വി കം വിത്ത് യു എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എന്തെഴുതണം? ക്യാൻ വി കം വിത്ത് യു എന്ന് എഴുതണം. ഇപ്പോൾ ചിത്രത്തിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത്? നമ്മുടെ ഈ ജംഗിൾ റൈഡ് എന്നുള്ള സ്റ്റോറി പഠിച്ചപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂ ചാപ്റ്ററിലെ ക്ലിന്റും സിപ്പിയും ഇതിൽ ഉണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ദ ക്യാറ്റ് ആൾസോ ഗോട്ട് ഇൻ ടു ദ കാർ. പൂച്ചയും കാറിൽ കയറി. വേർ ഇസ് ദ ക്യാറ്റ്? എവിടെയാണ് ക്യാറ്റ്? ഡ്രോ ദ ക്യാറ്റ്. നോക്കിയേ ചിത്രത്തിൽ പൂച്ചയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളോട് പൂച്ചയെ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പൂച്ചയെ അവിടെ വരച്ചു കൊടുക്കാം. നിങ്ങളും വരയ്ക്കുമല്ലോ പൂച്ചയെ. അപ്പോൾ കാറിലായിട്ട് ഒരു പൂച്ചയെ കൂടി വരച്ചു ചേർക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. നിങ്ങൾ ടീച്ചർ പറയുന്നത് കേട്ട് താഴെ തന്നിരിക്കുന്ന പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ കാർ ഈസ് ഓൺ ദ റോഡ്. കാറ് റോഡിലാണ്. അപ്പോ കാർ റോഡിലാണ്. ആ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ്, ദർ ഈസ് എ ബിഗ് ട്രീ ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിന്റെ സൈഡിലായിട്ട് ഒരു വലിയ മരം നിൽക്കുന്നു. അപ്പോൾ ഒരു വലിയ മരം നമുക്ക് അവിടെ വരയ്ക്കാം. തേർഡ് പോയിന്റ്, ദർ ഈസ് എ ബൈസിക്കിൾ അണ്ടർ ദ ട്രീ. മരത്തിന്റെ അടിയിലായിട്ട് ഒരു സൈക്കിൾ ഇരിക്കുന്നു. ഫോർത്ത് പോയിന്റ്, ദ സൺ ഈസ് ഇൻ ദ സ്കൈ. സൂര്യൻ ആകാശത്തുണ്ട്. അപ്പോൾ ആകാശത്ത് സൂര്യൻ വരയ്ക്കാം. അടുത്ത പോയിന്റ്, 2 ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ്. 2 ചിത്രശലഭങ്ങൾ പറക്കുന്നു. നമുക്ക് 2 ചിത്രശലഭങ്ങളെ കൂടി വരച്ചു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിത്രം പൂർത്തിയായി. ഇങ്ങനെ നിങ്ങൾക്കും ബുക്കിൽ വരയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, റീഡ് ആൻഡ് ഡ്രോ. വായിക്കൂ, വരയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലുള്ള വീടുകളും മരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് മോർണിംഗ്, ദ സ്കൈ ഈസ് ബ്ലൂ. പകൽ സമയമാണ്,
സ്കൈ ആകാശം നീല നിറത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആകാശത്തിന് ഏത് കളർ കൊടുക്കണം? നീല നിറം കൊടുക്കണം. സെക്കൻഡ് പോയിന്റ്, ദ സൺ ഈസ് ഓറഞ്ച് ഇൻ കളർ. സൂര്യൻ ഏത് കളറിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓറഞ്ച് കളറിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സണ്ണിന് ഏത് കളർ കൊടുക്കണം? ഓറഞ്ച് കളർ കൊടുക്കണം. തേർഡ് പോയിന്റ്, ദർ ആർ 4 ഹൗസസ്, 2 ആർ ബ്ലൂ. അവിടെ 4 ഹൗസുകളുണ്ട്, 4 വീടുകളുണ്ട്. ഉണ്ടല്ലോ ചിത്രത്തിൽ 4 വീടുകളുണ്ട്. 2 ആർ ബ്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിന് നീല കളർ കൊടുക്കണം. ഫോർത്ത് പോയിന്റ്, 1 ഹൗസ് ഈസ് റെഡ്. അപ്പോൾ മൂന്നാമത്തെ ഹൗസിന് റെഡ് കളർ, ചുവന്ന കളർ കൊടുക്കണം. 1 ഈസ് യെല്ലോ. മറ്റൊരെണ്ണം മഞ്ഞ കളർ കൊടുക്കണം. അപ്പൊ 2 ഹൗസിന് ബ്ലൂ, ഒരെണ്ണത്തിന് റെഡ്, ഒരെണ്ണത്തിന് യെല്ലോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഇങ്ങനെ കളർ കൊടുത്ത് ചിത്രം കളർഫുൾ ആക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ കളർ അടിച്ച പോലെയുള്ള ഒരു ഗ്രാമം കാണാം അല്ലെ? അവിടെ പച്ചപ്പും വീടുകളും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാണുന്നത്. അവിടെ റോഡിലായി കാറിൽ സവാരി നടത്തുന്ന മൃഗങ്ങളെ കാണാം, നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെയോ റോഡിൽ സൈക്കിളിൽ കുട്ടികളുണ്ട്. ആരൊക്കെയാ? ആമിയുണ്ട്, ഋതു, ഇമ, നീലു എന്നിവർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോ മങ്കി ചോദിക്കുന്നുണ്ട്, വേർ ആർ വി? നമ്മൾ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. കാറിൽ സവാരി ചെയ്ത് എവിടെയാ എത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അതിന് ആൻസർ ആയിട്ട് നമ്മുടെ ആമി പറയുന്നുണ്ട്, യു ആർ ഇൻ എ വില്ലേജ്. നിങ്ങൾ ഒരു ഗ്രാമത്തിലാണ് എന്ന് എഴുതണം. അപ്പൊ അവിടെ വില്ലേജ് എന്ന് എഴുതുമല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 9, അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം നോക്കിയേ. ഋതു ലൈക്സ് ടു റൈഡ് എ ബൈസിക്കിൾ. ഋതുവിന് സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണ് എന്ന് താഴെ എഴുതിയിട്ട് ഋതു സൈക്കിൾ ഓടിക്കുന്ന ഒരു ചിത്രവുമാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പിക്ചർ, ആമി പട്ടം പറത്തുന്നതാണ് അല്ലേ? ആമി ലൈക്സ് ടു ഫ്ലൈ കൈറ്റ്സ്. ആമിക്ക് പട്ടം പറത്തുന്നത് ഇഷ്ടമാണ്. നെക്സ്റ്റ് പിക്ചർ, ഇമ മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് അല്ലേ? ഇമ ലൈക്സ് ടു ക്ലൈംബ് ട്രീസ്. ഇമയ്ക്ക് മരത്തിൽ കയറാൻ ഇഷ്ടമാണ്. നെക്സ്റ്റ് പിക്ചർ, നിലു എന്ത് ചെയ്യുന്നു? ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോസ് എടുക്കുകയാണ് അല്ലേ? നിലു ലൈക്സ് ടു വാച്ച് ബട്ടർഫ്ലൈസ്. നിലുവിന് ബട്ടർഫ്ലൈസിനെ വാച്ച് ചെയ്യുന്നത് ഇഷ്ടമാണ്. വാട്ട് ഡു യു ലൈക്ക് ടു ഡു? നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് വരച്ചവിടെ ചേർക്കാവുന്നതാണ്. ഞാൻ ഋതു മഴ നനയുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ താഴെ എന്തെഴുതണം? ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദ റെയിൻ എന്ന് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചു ചേർത്ത് അതനുസരിച്ച് താഴെ എഴുതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10, ദ ടീം ഓഫ് ഗേൾസ് ഹാസ് എ നെയിം. ഈ പെൺകുട്ടികളുടെ ടീമിന് ഒരു പേരുണ്ട്. നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ദ ടീം റെയിൻ എന്നുള്ള ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പേരെന്ന്? ഫൈൻഡ് ഇറ്റ്, കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിംസ് യെല്ലോ. അവരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ യെല്ലോ കളറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് യെല്ലോ നിറം ആദ്യത്തെ അക്ഷരങ്ങൾക്ക് കൊടുക്കാം. ആദ്യത്തെ പേരെന്താ? ഋതു. രണ്ടാമത്തെ പേര് ആമി. മൂന്നാമത്തെ പേര് ഇമ. നാലാമത്തെ പേര് നിലു. അപ്പോൾ എല്ലാ പേരിന്റെയും ആദ്യ അക്ഷരത്തിന് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. എന്നിട്ട് വായിച്ചു നോക്കിയേ, എന്തെന്നാ കിട്ടുന്നത് നമുക്ക്? റെയിൻ. അപ്പോ ദ നെയിം ഓഫ് ദ ടീം ഈസ് എന്താണ്? റെയിൻ. റെയിൻ എന്നാണ് ടീമിന്റെ പേര്. അപ്പൊ ഇന്ന് നമ്മൾ 10 ആക്ടിവിറ്റീസ് ആണ് നോക്കിയിരിക്കുന്നത്. ബാക്കി ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.